Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലത്തെ ബണ്ണ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്കൊക്കെ മുടിയിൽ കെട്ടാൻ പറ്റുന്ന ബട്ടർഫ്ലൈ അതുപോലെ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ സെയിം കളറിലുള്ള 3 ബണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൂചിയും നൂലുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നൂല് നിങ്ങളെടുത്ത് ബണ്ണ് ഏതാണോ എടുക്കുന്നത് അതിൻ്റെ സെയിം കളറായിട്ടുള്ള നൂലുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഞാൻ അതിലൊരു ബണ്ണ് ഇതുപോലെ ഒന്നിങ്ങനെ തുന്നിയിട്ടുണ്ട്. പിന്നെ അടുത്ത ബണ്ണ് എടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻഡിൽ വെച്ചിട്ടോ ഒന്നിങ്ങനെ ഉരുക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ അതുമെന്ന് നൂല് ഒക്കെ പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ബണ്ണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് സൈസ് കുറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. വലിയ ബണ്ണിനേക്കാളും ഒന്നുകൂടെ ചെറിയ സൈസ് ആവാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് ആ ചെറിയ ബണ്ണിനെ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് തുന്നിയിട്ടുള്ളത് എന്നുള്ളത്. എന്നിട്ട് അതിനെ രണ്ടിനെയും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ബണ്ണിൻ്റെ ആ 2 അറ്റങ്ങളും പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം മുകളിലത്തെ ബണ്ണുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് ബീഡ്സും കൂടെ തുന്നി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ മുത്തുകളാണ് എടുത്തിട്ടുള്ളത്. 3 ബീഡ്സാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ 3 ബീഡും ഒരുമിച്ച് ഞാൻ ആദ്യം ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബീഡായിട്ട് തന്നെ തുന്നി കൊടുക്കാം കേട്ടോ. എന്നാലേ അവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇതാ ഞാൻ ഓരോ ബീഡായിട്ട് അങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളെ ചെറിയ ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ പ്ലെയിൻ ആയിട്ട് വരുന്ന അതിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ബണ്ണിൽ തന്നെ നമുക്ക് തുന്നി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ബണ്ണിൽ തന്നെയാണ് കേട്ടോ തുന്നി കൊടുക്കുന്നത്. സെയിം കളറായിട്ടുള്ള ഒരു ബണ്ണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിനൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ വേറെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം കളറിലുള്ള ഒന്നും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡൊക്കെ കെട്ടാനാണെങ്കിൽ സെയിം കളറിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെയിം കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സെയിം കളറിലുള്ള 3 ബണ്ണ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു ചീപ്പ് വേണം. അപ്പോൾ ഇനി 3 ബണ്ണിനെയും ഈ ചീപ്പിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് 16 പല്ലുകൾ വിട്ടിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഭാഗം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 16 പല്ലുകൾ ഗ്യാപ്പിലാണ് ഇപ്പോൾ 2 ഭാഗം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് വലിയ ചീപ്പൊക്കെ ആണെങ്കിൽ 14 ആയാലും മതി. അപ്പോൾ എപ്പോഴും ഇരട്ട സംഖ്യകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോഴേ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ത്രെഡ് ഇട്ട് നല്ല കെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ആ 3 ബണ്ണും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൂചിയും നൂലുമാണ് വേണ്ടത്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് സൂചിയും നൂലും ഇതുപോലെ ഇങ്ങനെ കോർത്തെടുത്തിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇത് കെട്ടി കൊടുക്കാനുള്ള ത്രെഡ് എടുക്കുമ്പോൾ കുറച്ച് ബലമുള്ള ത്രെഡ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ത്രെഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ബലമുള്ള ത്രെഡ് എടുക്കുക. അപ്പോൾ ഇതാ ഞാനത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ചെറിയ മുത്തുകൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വൈറ്റ് കളറിലുള്ള. അപ്പോൾ 8 പീസാണ് ഇപ്പോൾ ഞാൻ ചെറിയ മുത്തുകൾ എടുത്തിട്ടുള്ളത്. ഒരു പീസ് വലിയ മുത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം അതൊന്ന് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ആ 8 പീസും അങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിനൊരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കോർത്തിട്ടുള്ള ആ മുത്തിൻ്റെ ഹോളിലൂടെ ഒന്നുകൂടെ കോർത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്കവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മുത്തും കൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ വലിയ മുത്തും അങ്ങനെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ ബണ്ണിൽ വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ മുന്നേ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ 1-2 ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാകും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പോൾ ഇതാ ഞാനത് ആ ബണ്ണിൽ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബണ്ണിനെ ആ ചീപ്പിൽ നിന്ന് എടുക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ എല്ലാവർക്കും കഴിഞ്ഞതിന് ശേഷം മാത്രം ചീപ്പിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ ബണ്ണ്, അല്ലെങ്കിൽ ഇത്ര വൃത്തിയിൽ കിട്ടൂല. ഇപ്പോൾ ഇതാ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെട്ടി കൊടുത്തപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം പറഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ. മാക്സിമം ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുമ്പോഴേ നമുക്കിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ക്ലിപ്പുകളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബണ്ണ് വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 3 ബണ്ണും 3 കളറായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ചുകൂടെ വലിയ സൈസുള്ള ബണ്ണൊക്കെ ആണെങ്കിൽ 3ന് പകരം 4-5 ബണ്ണൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ഫ്ലവറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കത് ഹെയർ ബാൻഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതാ ഞാനത് ആ ബണ്ണിൽ വെച്ചിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഈ 2 ഐഡിയാസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി ഒന്ന് സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്